അണ്ടർ 200cc സെഗ്മെൻറ്റിലെ കില്ലാടികളായിട്ടുള്ള ബൈക്കാണ് യമഹ R15, NS200, ഡ്യൂക്ക് 200. എന്നാൽ ഇതിനെയെല്ലാം മലർത്തിയടിക്കാൻ കേപ്പബിലിറ്റിയുള്ള ഒരു സ്കൂട്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. യെസ്, അതാണ് അൾട്രാ വയലറ്റ് ടെസ്റാക്ട്. അൾട്രാ വയലറ്റിൻ്റെ ടെസ്റാക്ട് ബുക്ക് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇതിൻ്റെ ലോഞ്ച് ഡിലേ ആയെങ്കിലും 2027 ജനുവരി മാസം തീർച്ചയായിട്ടും അൾട്രാ വയലറ്റ് ഈ വണ്ടി കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അൾട്രാ വയലറ്റ് ടെസ്റാക്ട് കുറേയധികം EV സ്കൂട്ടറുകളും ഐസ് സ്കൂട്ടറുകളും തമ്മിലുള്ള ആക്സിലറേഷൻ ടെസ്റ്റിൽ തുടക്കത്തിൽ ജസ്റ്റ് ഒരു നിശ്ചിത സെക്കൻഡ് മറ്റ് സ്കൂട്ടറുകൾ മുൻപോട്ട് പോകുന്നെങ്കിലും പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് വെടിയും പുകയും പോലെ പോകുന്ന അൾട്രാ വയലറ്റ് ടെസ്റാക്ടിനെയാണ്. 6 കിലോവാട്ട് ബാറ്ററി കപ്പാസിറ്റിയുള്ള ടോപ്പ് ആൻഡ് മോഡലിൻ്റെ IDC റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് 261 കിലോമീറ്ററാണ്. ഏകദേശം റിയൽ ലൈഫ് കണ്ടീഷനിൽ നമുക്ക് 200 കിലോമീറ്റർ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 125 കിലോമീറ്ററാണ്. 20 ഹോഴ്സ് പവർ ആണ് ഇതിൻ്റെ മോട്ടോർ പവർ എന്ന് പറയുന്നത്. 3.5 കിലോവാട്ട് അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേരിയൻറ്റുകളുമുണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 1,45,000 രൂപയാണ് എക്സ് ഷോറൂം. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ 100 വോൾട്ട് സ്കൂട്ടർ ആർക്കിടെക്ചറാണ് അൾട്രാ വയലറ്റ് ടെസ്റാക്റ്റിലുള്ളത്. കൂടാതെ റഡാറോട് കൂടിയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും ഇത്. 360 ഡിഗ്രിയിൽ സ്കൂട്ടറിന് ചുറ്റുമുള്ള എല്ലാ ഭാഗങ്ങളും റിയൽ ടൈമിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഫുൾ റഡാർ സിസ്റ്റത്തോട് കൂടിയിട്ടായിരിക്കും ഈ വണ്ടി ലോഞ്ച് ചെയ്യുക. പക്ഷേ ഇവിടെ കൊണ്ടൊന്നും ഇത് തീരുന്നില്ല. അണ്ടർ 200cc കാറ്റഗറിയിലെ കില്ലാടികളായിട്ടുള്ള യമഹ R15, NS200, ഡ്യൂക്ക് 200 ഈ 3 വണ്ടിയായിട്ടുള്ള ഒരു ആക്സലറേഷൻ ടെസ്റ്റിൽ ഒരു നിശ്ചിത സെക്കൻഡ് ഡ്യൂക്ക് 200 നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നെങ്കിലും അതിനുശേഷം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. അൾട്രാ വയലറ്റിനെ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. എന്തായിരുന്നാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേൻ എന്നുള്ളൊരു സെറ്റപ്പിലാണ് അൾട്രാ വയലറ്റ് ടെസ്റാക്ട്. അപ്പം ഈ ഒരു വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.